മിസിയോ ടീം നമ്മുടെ പ്രോവിൻസിൻ്റെ സ്വാഗതം അനുസരിച്ച് ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി ദൈവവചന പ്രഘോഷണ രീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ്ങിലായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളുണ്ടായിരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു വളരെ എനർജൈസിങ് കോഴ്സായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൈവരിച്ച ദിവസങ്ങളായിരുന്നു ഇത്. പ്രത്യേകിച്ചും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താലും ദൈവസ്നേഹം പ്രഘോഷിക്കണം എന്നതിലും നല്ലൊരു തീഷ്ണത ഉള്ള ഒരു ശിക്ഷയായിരിക്കുക, അതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതെനിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും എല്ലാ നല്ല ക്ലാസ്സുകളിലൂടെയും അതുപോലെ പേഴ്സണൽ പ്രെയർ ആരാധന കണ്ടക്ട് ചെയ്തതിലൂടെയും നല്ലൊരു കുമ്പസാരത്തിലൂടെയും പരസ്പര ഗ്രൂപ്പിലൂടെയുള്ള ഡിസ്കഷനിലൂടെയും എല്ലാം ഞാൻ എല്ലാ ദിവസവും കൂടുതൽ ശക്തി പ്രാപിക്കുകയും തീഷ്ണതയുള്ളവളും ആയിത്തീരുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും എനിക്ക് ആ ദൈവവചനം ഐ ഹാവ് കം ദാറ്റ് യു മേ ഹാവ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്, ആ ഒരു ദൈവവചനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ ജീവൻ കൂടുതലായി നിറഞ്ഞ് ആ ജീവൻ മറ്റുള്ളവരിലേക്ക് പകർത്തുന്നതിന് വേണ്ട ഒരു പ്രത്യേക അനുഗ്രഹം എനിക്ക് കിട്ടുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിച്ചു. അതിന് ഒരുക്കിയ മിസിയോ ടീം അംഗങ്ങൾക്കും പ്രത്യേകിച്ച് അഗസ്റ്റിൻ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നതിനും ഇനി ഇതിനെ ഒരു നല്ല തീഷ്ണമതിയായ ഒരു ശിഷ്യയായി ജീവിച്ച് മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നതിന് വേണ്ട ഒരു പ്രചോദനം എനിക്ക് കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഇനി അങ്ങനെ മുന്നോട്ട് പോകുവാനായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. സുവിശേഷ പ്രഘോഷണം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. മിസിയോ ടീമിൻ്റെ ഈ സുവിശേഷ പ്രഘോഷണ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കാം എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഈ കോഴ്സിൽ നിന്നും എനിക്ക് ലഭിച്ചു. ജ്വലിക്കുന്ന ഒന്നിനെ ജ്വലിപ്പിക്കാൻ സാധിക്കൂ എന്നൊരു ബോധ്യം, അതായത് എൻ്റെ ഉള്ളിൽ യേശു നിറഞ്ഞാൽ മാത്രമേ എനിക്ക് യേശുവിനെ നൽകാൻ സാധിക്കൂ എന്ന് എനിക്ക് വളരെയേറെ ഒരു ബോധ്യം തന്ന ഒരു കോഴ്സായിരുന്നു ഇത്. വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ദൈവത്തിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് പ്രത്യേകമായ ഒരു സമയമോ ഒരു കാലമോ ഒരവസരമോ ഒന്നും ആവശ്യമില്ല എന്നും ഏത് സമയത്തും കണ്ടുമുട്ടുന്ന ഏവരോടും എനിക്കിത് പ്രഘോഷിക്കാൻ സാധിക്കുമെന്നും ഈ കോഴ്സിലൂടെ എനിക്ക് മനസ്സിലായി. ഈ 5 ദിവസങ്ങളിൽ നടന്ന പരിശീലന പരിപാടിയിൽ ഞങ്ങൾക്ക് നൽകിയ വിവിധ ക്ലാസുകൾ, ഞങ്ങൾക്ക് എടുത്തു തന്ന വിവിധ പരിശീലനങ്ങൾ, വിവിധ വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം ഇതിന് സഹായകമായിട്ടുള്ള ഓരോ പരിപാടികളായിരുന്നു. അങ്ങനെ ഈ 5 ദിവസവും ഞങ്ങളെ നന്നായി ഞങ്ങൾ ഒരുങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ സുവിശേഷവൽക്കരണം ഇനി ഒട്ടും താമസിക്കാതെ എന്നിലൂടെ ഈ കോഴ്സിൽ കൂടിയ എല്ലാവരിലൂടെയും സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏറ്റവും അടുത്ത ചാൻസിൽ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുവാൻ എൻ്റെ ജീവിതത്തെ തന്നെ നവീകരിച്ചുകൊണ്ട് എന്നിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിനെ പ്രഘോഷിക്കുവാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ആദ്യപടി ലഭിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ഇതിനായി ഞാൻ സമർപ്പിക്കും എന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. താങ്ക് യു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാൻ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവിടെ പഠിപ്പിക്കുവാൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൊണ്ടായിരിക്കും. ഈ ഒരു വലിയ ബോധ്യമാണ് എനിക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചത്. ഇത് മുമ്പേ അറിയാവുന്ന കാര്യമായിരുന്നു. ഇത് കൂടുതൽ ആഴത്തിൽ അറിയുമായിട്ട് അതോടൊപ്പം ദൈവസ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവർ കൊണ്ടുവരുമായിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ദൈഹികമായ പ്രത്യേകമായ ഒരു ലോകത്തിലേക്ക് പോകുന്നതിനുള്ള അനുഭവം ഉണ്ടായി. അപ്പം ഇവിടെ ഈ അന്തരീക്ഷവും അതോടൊപ്പം ഞാൻ വിചാരിച്ചതല്ല ഇവിടെ വന്ന് ചേരുമെന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവന്നാണ്. അതുകൊണ്ടിപ്പോൾ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്തപ്പോൾ ഈ മിസിയോ ടീമുകളെ പരിചയപ്പെട്ടപ്പോൾ
നമ്മൾ അറിയാതെ പോയി ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി സമയം കൊണ്ട് അവൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിന് ദൈവത്തിന് നന്ദി. ഞാൻ സിസ്റ്റർ സ്റ്റെല്ല ആൻ്റണി. മിസ്സിയോ ടീമിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുവിശേഷ പ്രഘോഷണം എൻ്റെ ദൗത്യമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും ആ പ്രഘോഷണം എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്, ദൈവവചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നതെന്നുള്ളത് ഡീപ്പായിട്ടുള്ള ഒരു അവയർനെസ് എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭിച്ചു. ആദ്യം തന്നെ ഈ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ദൈവസ്നേഹത്താൽ നിറയണമെന്നും ആ ദൈവസ്നേഹം നിറയാൻ തടസ്സമായി നിൽക്കുന്ന പാപസാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നും പാപസാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയാമെന്നും ആ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ ചുറ്റുമുള്ളവർക്ക് ദൈവവചനം എങ്ങനെ പ്രഘോഷിക്കാമെന്നും ഉള്ള ഒരു നല്ല ഡീപ്പായ അവയർനെസ്സിലേക്ക് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. ഇതിനായി ദൈവവചനം നെഞ്ചിലേറ്റിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനായിരിക്കുന്ന മേഖലകളിലെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം പ്രഘോഷിക്കുവാൻ ദൈവം എന്നെ സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന് എനിക്ക് അവസരം തന്ന എൻ്റെ കോൺഗ്രിഗേഷനോടും അതോടൊപ്പം മിസ്സിയോ ടീമിലെ ഓരോ അംഗങ്ങളോടും എനിക്ക് ദൈവത്തോടും ഏറെ നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് മല്ലിക. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വയനാട്ടിലേക്ക് കെരക്മ കൂടാനായിട്ട് വന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. യേശുവിൻ്റെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. കെരക്മയിലൂടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ദൈവത്തെ കാണാൻ വേണ്ടി ഈ കെരക്മ അംഗങ്ങളെ എന്നെ സഹായിച്ചു. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് കിട്ടി. പുറത്തോട്ടിറങ്ങുമ്പം ആ മേഖലകളിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ടീമായിരുന്നു. ചിന്തിച്ചും ചിരിപ്പിച്ചും ഒരു ആത്മീയ യാത്രയിലൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ജീവിതത്തിലുള്ള അനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് കുമ്പസാരിക്കാനും അതിലുപരിയായിട്ട് ഏറ്റവും ഹൃദ്യസ്ഥമായി തോന്നിയത് ഒരു ആരാധനയായിരുന്നു. ആരാധന നമ്മൾ ഉള്ളിൻ്റെ ആഴത്തിൽ കിടന്ന മുറിവുകൾ പോലും ഓർത്തെടുത്തുകൊണ്ട് അത് ആരാധനയിൽ സമർപ്പിക്കാനും ജീവിത ബന്ധങ്ങളിൽ വന്ന വിള്ളലുകളെ കണ്ടെത്താനും ഒക്കെ അത് ആരാധന നയിച്ച ടോമിച്ചൻ എന്ന ബ്രദർ ഒത്തിരി ഞങ്ങളെ സഹായിച്ചു. ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുന്നത്, ഓരോരുത്തരും കരയുന്നതും ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഉടുപ്പ് പോലെ ഒരു പേപ്പർ ഞങ്ങളുടെ കയ്യിൽ തന്നത് ഏറ്റവും പുതുമയുള്ളതായിരുന്നു. അതിൻ്റെ പുറത്ത് പോസിറ്റീവ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിവായ കാലം മുതൽ ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് നടത്തിയ ഓരോ അനുഭവങ്ങളും അക്കമിട്ട് രണ്ട് പുറവും എനിക്ക് നിറയ്ക്കാൻ സാധിച്ചു. അകത്തെ പേജിൽ അവരാവശ്യപ്പെട്ടത് നെഗറ്റീവ്, അതും കുറേ എഴുതി, എന്നാലും മറന്നുപോയ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ അതിലെഴുതിയിട്ടുണ്ട്. അത് ഈശോ അതെല്ലാം അത് സുഖപ്പെടുത്തണം, അതെല്ലാം എന്നിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി അത് കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചപ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശം എല്ലാവരുടെ മുഖത്തും വന്നതുപോലെ അല്ല തിരിച്ചു പോകുന്നത്. യേശുവിനെ കൂട്ടിയാണ് എല്ലാ വ്യക്തികളും തിരിച്ചു പോകുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ ഈ കെരക്മ കോഴ്സിലൂടെ സാധിക്കുന്നു. ഒത്തിരിയേറെ ക്ലാസ്സുകളിലൂടെ കടത്തിവിട്ട് പിന്നെ ഡയലോഗ് പറയാൻ ഒത്തിരി പഠിച്ചു. അതിന് ടീം അംഗങ്ങളും ഒത്തിരി സഹായിച്ചു. അവർക്ക് 100 താങ്ക്സ് പറയണം. കാരണം ആരംഭം മുതൽ അവസാനം വരെ സുവിശേഷം ഇത്രയും ഡയലോഗിനകത്ത് ഒതുക്കി സുവിശേഷം നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് പഠിപ്പിച്ചു. ഒത്തിരി താങ്ക്സ് അവർക്ക് പറയുന്നുണ്ട്. ഞാൻ സിസ്റ്റർ റീന തോമസ് BS, മിസ്സിയോ ടീമിൻ്റെ മിഷണറി ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകാൻ തക്ക വിധം ഇത് എന്നെ സഹായിച്ചു. ബൈബിളിനോട് കൂടുതൽ ആഭിമുഖ്യം, ദൈവവചനത്തോട് കൂടുതൽ ആഭിമുഖ്യവും സ്നേഹവും വളർത്താൻ ഇത് എനിക്ക് സഹായിച്ചു. സഭയിൽ ഇന്ന് ഏറ്റവും ആവശ്യമുള്ളതും എന്നാൽ ആവശ്യത്തിനില്ലാത്തതുമായ ബൈബിൾ പ്രഘോഷകരെ സൃഷ്ടിക്കുന്നതിന് ഈ കോഴ്സ് ഒരുപാട്
ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ കോഴ്സിൽ പങ്കെടുത്തതനുസരിച്ച് ചുറ്റുമുള്ളവരിൽ യേശുവിൻ്റെ സ്നേഹം പകരുവാൻ, അവരെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനുവേണ്ടി നേതൃത്വമെടുത്ത എൻ്റെ സഭാ നേതൃത്വത്തെയും ഒപ്പം ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച മിസിയോ ടീമിനും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ സിസ്റ്റർ ഡയാന പീറ്റർ. മിസിയോ ഇവാഞ്ചലൈസേഷൻ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് ഈ ദിവസങ്ങളിൽ വളരെയധികം ഈശോയെ അനുഭവിക്കുവാനും തിരിച്ചറിയുവാനുമുള്ള വലിയ ഒരു അനുഭവം ലഭിക്കുകയുണ്ടായി. ഈ 4 ദിവസങ്ങളിൽ വളരെയധികം പ്രചോദനവും തീക്ഷ്ണതാ മനോഭാവവും എന്നിൽ വളരുകയും യേശുവിനെ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പ്രഘോഷിപ്പിക്കുവാൻ എനിക്ക് പ്രചോദനം വളരുകയും ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്തു. മിസിയോ ടീം ഒരുക്കിയ ആരാധന, ദിവ്യകാരുണ്യ ആരാധന, അത് വളരെയധികം എന്നെ സ്പർശിക്കുകയും പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പുതിയ മനുഷ്യ സൃഷ്ടിയായി മാറിയ ഒരു അനുഭവം എനിക്ക് കിട്ടി. പഴയതെല്ലാം മറന്ന് പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ, അങ്ങനെ മറ്റുള്ളവരിൽ യേശുവിനെ എത്തിക്കുവാൻ വളരെയധികം തീക്ഷ്ണതാ മനോഭാവം വളർന്നു. അതിന് എല്ലാം ദൈവത്തിനും നന്ദി, അതുപോലെ തന്നെ മിസിയോ ടീമിനും നന്ദി. എൻ്റെ പേര് ഷീബ. എനിക്ക് ഈ ഇതിൽ പങ്കെടുത്തിട്ട് കുറേ അനുഭവങ്ങൾ വന്നു. പിന്നെ ദൈവത്തിനെ കുറിച്ച് കൂടുതൽ വിശ്വാസം കിട്ടി. ഇനിയും ഇതിലേക്ക് വരാനാണ് താല്പര്യം. ആരാധന നമ്മൾ ഒരു സ്ഥലത്തും പോയി ചെയ്യാത്ത വിധത്തിലുള്ള ഒരു ആരാധനയായിരുന്നു. നമ്മൾ ഈശോൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് പോലെ ഉള്ളൊരു ആരാധനയായിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ആ ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു എല്ലാ ഭാരങ്ങളും പുറത്തേക്ക് പറഞ്ഞു പോയി, അങ്ങനെയുള്ളൊരു ആരാധന, അതിൽ ഞാൻ നല്ല ഒരു ആരാധനയായി എനിക്ക് തോന്നി. എൻ്റെ പേര് സിസ്റ്റർ ദിവ്യ. ഞാൻ ട്രെയിനിങ് ഇൻ ഇവാഞ്ചലൈസേഷൻ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ പ്രോഗ്രാമിലൂടെ എങ്ങനെ ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അതുവഴി ഈശോയെ കൂടുതൽ അറിയുവാനും പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കുവാനുള്ളൊരവസരമായിരുന്നു. ധാരാളം ധ്യാനങ്ങളും കരിസ്മാറ്റിക് പ്രോഗ്രാമിലെങ്കിലും പങ്കെടുത്തെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. കൂടുതൽ ഈശോയെ അറിയുക, ഈശോയെ പ്രഘോഷിക്കുക എന്നൊരു തീക്ഷ്ണത എന്നിൽ ജനിക്കുകയുണ്ടായി. അതോടൊപ്പം ഇവിടെ നടന്ന ക്ലാസ്സുകളും ആരാധനകളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും മാറ്റങ്ങൾ സംഭവിക്കുവാനും എന്നിലുണ്ടായിരുന്ന ഒത്തിരി ഭാരങ്ങൾ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതം കൂടുതൽ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ കോഴ്സും ക്ലാസ്സുകളും എന്നെ സഹായിച്ചു. മിസിയോ ടീം നടത്തുന്ന ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയുവാനായി എനിക്ക് ലഭിച്ച ഒരു സുന്ദര സുദിനമാണിത്. ദൈവസ്നേഹം അനുഭവിച്ചറിയുക മാത്രമല്ല, അത് മറ്റുള്ളവരിൽ എത്തിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലും അതുപോലെ എനിക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിൽ എത്തിക്കുവാനായി എനിക്ക് അതിയായ ഒരു തീക്ഷ്ണത ഈ റിട്രീറ്റിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ബത്തിനി സന്യാസ സമൂഹം സദേൺ പ്രോവിൻസ് നടപ്പിലാക്കിയ ഈ പരിപാടി എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അതുപോലെ അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അതുപോലെ ഈ മിസിയോ ടീം അംഗങ്ങളെയും ഓരോരുത്തരെയും വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹം അനുഭവിച്ചറിയുവാനായി എനിക്ക് കിട്ടിയ സാഹചര്യം തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിക്കും. ദൈവം അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പള്ളിയിൽ നിന്ന് കുറേ അകന്നു നിന്നൊരു വ്യക്തിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഈ മിഷൻ കുടുംബത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി. യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്ന്. പല ധ്യാന കേന്ദ്രത്തിലും ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ യേശുവിലേക്ക് അടുപ്പിച്ച് യേശുവിൽ തന്നെ നമ്മളെ നയിക്കുവാനും യേശുവിൽ തന്നെ കൂടെ ജീവിക്കാനും യേശുവിൽ തന്നെ യേശുവാണ് എല്ലാം നമ്മുടെ അനുഗ്രഹമെന്ന് വിശ്വസിപ്പിച്ച് തരുന്ന ഒരു
ഇതാണ് മിഷൻ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവം. ഈ അത്രയും എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. I am Sister Aishwarya. For surely I know the plans I have for you, says the Lord, plans for your welfare and not to harm, to give you a future with hope. Jeremiah 29 verse 11. This verse has been a real and came to a fulfillment as I have attended the evangelization training program led by the Missio team at Zion Retreat Center, Wayanad. These days has been real, a grace-filled, soul-stirring and spirit-uplifting ones, as I really experienced the thirst and zeal to proclaim the word of God within me, to experience God's unconditional love, as He Himself says, I love you with an everlasting love, therefore I have continued my faithfulness to you. I have experienced this abundant grace and the love of God during the sessions, and the meaningful and soul-stirring adorations that has been led by the Missio team. The most things that has stirred me is be Jesus, live Jesus and give Jesus. Our greatest commandment that God commissioned the disciples, go to the whole world and proclaim the good news to the whole creation. This verse gave an insight that my primary and main mission is to become the word of God to me and to the others with whom I live. So these days has really given and imparted to me the knowledge of God, word of God, thirst for His love and to give Him to the people I meet. Thank you. എൻ്റെ പേര് എൽസമ്മ. ഞാൻ കോഴിക്കോട് വെസ്റ്റിൽ നിന്ന് വരുന്നു. എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അതിലുള്ള ദൈവത്തെ എങ്ങനെ അറിയണമെന്നും ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നുവെന്നും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കോഴ്സിൽ അറ്റൻഡ് ചെയ്തത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. വയ്യാതിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത് ദൈവത്തിലാണല്ലോ, ദൈവവിചാരം കേൾക്കാനാണല്ലോ പോകുന്നത്. അത് കൂടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയായിരുന്നു ഇങ്ങോട്ട് വന്നത്. എന്നെ ഒരു നല്ല മകളായി തീർക്കാൻ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കാൻ ഈ കോഴ്സ് കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ്. ചെറിയ തരത്തിലുള്ള അറിവുകൾ എനിക്ക് ലഭിച്ചു. എൻ്റെ കഴിവിനനുസരിച്ച് അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നും പറയുന്നു. താങ്ക് യു. I am Sister Pensia, coming from Uppudi community, Andhra Pradesh. So I first thank God for giving me this opportunity. Though in the beginning I could not understand anything, but the Spirit of God enabled me to understand and experience what is the purpose of being here, bringing me over here to attend this evangelization program. And among all that, the peak experience of mine was the wearing the dress and surrendering myself completely to God, the writing of the positive and the negative things. When I wrote everything, the heaviness from me has gone away from me. Like that I felt. When I offered that dress to when I offered it to the Jesus, I felt it is not I who removed that dress, but Jesus Himself has taken away from me. My old self has gone and now I am new creation in Jesus Christ. That was my peak experience. And the class, everything was filled with activities, though sometimes we were feeling sleepy and dull, but they were enabling us to be active and alive through their talk and the activities, action song, everything was fantastic. I really felt happy and I really thank God. And I can say I really have received God's grace, and I can see Jesus in me and in others also, through which I can spread the God's kingdom and be an evangelization for God. എൻ്റെ പേര് സുസിലി. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് പിലാക്കാവിൽ നിന്ന് വരുന്നു. പിന്നെ ഈ കോഴ്സിന് വന്നിട്ട് എനിക്ക് കൂടുതൽ വചനങ്ങൾ അറിയുവാനും ആ വചനത്തിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, നമ്മുടെ സമയം കിട്ടുന്ന പോലെ പറഞ്ഞു കൊടുക്കാനും, പിന്നെ ഉടുപ്പ് അത് എഴുതാൻ അറിയില്ലായിരുന്നു. എന്നിട്ട് കുറേശ്ശെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് അറിയാം. അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു, ഒന്നിനു പുറകെ നമുക്കത് എഴുതാനുള്ള വാക്കുകളെല്ലാം വന്നുകൊണ്ടിരുന്നു. ഫുള്ള് കുറേ എഴുതി സമർപ്പിച്ചു. അതിലൂടെ എനിക്ക് പാവങ്ങളെല്ലാം
പിന്നെ ഇറങ്ങുന്ന പോലെ അനുഭവമായിരുന്നു എനിക്കത് കിട്ടിയത്. പിന്നെ ആരാധനയിൽ ഇന്നലത്തെ ആരാധനയിലേക്ക് എനിക്ക് പിന്നെ ഈശോയുടെ മുൾക്കിരീടം വെച്ചിട്ടുള്ള ആ പിന്നെ മുഖം എനിക്ക് തെളിഞ്ഞ് ഇങ്ങനെ കണ്ടു. ഞാൻ ഈശോയെ കണ്ടു. ഞാൻ എമിലി ജോസഫ്, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എന്തൊക്കെയോ വചനത്തോട് കൂടുതൽ ഒരു ഇഷ്ടം, ഇനിയും ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേയും കൂടി വചനങ്ങൾ മറ്റുള്ളവരോട് പറയണം, അവരെ കുറേയും കൂടി ചേർത്ത് നിർത്തണം, ഈശോയെ മനസ്സിലാക്കി കൊടുക്കണം, ഈശോയുടെ ആ രക്ഷയിലേക്ക് എല്ലാവരെയും അടുപ്പിച്ച് നിർത്തണം എന്നെനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒരു ധ്യാനമാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ക്ലാസ്സുകൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രഘോഷണത്തിനുള്ള ട്രെയിനിങ് ആണ് എന്ന് മനസ്സിലായത്. അതിനുവേണ്ടി എനിക്ക് വചനത്തോട് കുറച്ചും കൂടെ തീക്ഷ്ണത വന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം വചനം നന്നായിട്ട് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞെങ്കിലേ എനിക്ക് മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പം മനസ്സിലായിട്ടുള്ളത്. എൻ്റെ പേര് തങ്കമ്മ ജോസ്. ഞാൻ കൊട്ടിയൂർ ഇടവകയിൽ നിന്നാണ്. അപ്പം എനിക്കിവിടെ ഈ ബഥനി കോൺവെൻറ്റുമായിട്ട് കുറേ ബന്ധങ്ങളുള്ളതാണ്. എൻ്റെ അനിയത്തി ബഥനിയിലെ സിസ്റ്ററാണ്. എൻ്റെ മോള് ഞങ്ങൾ ഒന്നിച്ചിവിടെ ധ്യാനിക്കുകയാണ്. പിന്നെ ആങ്ങള അച്ഛനാണ്, കമലിസിലെ അച്ഛനാണ്. പിന്നെ എനിക്കൊരു ബുദ്ധിമാന്യമുള്ളൊരു മോളുണ്ട്. ആ മോളുമായിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നതും അവൾ എൻ്റെ ഒപ്പമുണ്ട്. അപ്പം ഈ കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കാര്യങ്ങളിങ്ങനെ നടക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവമായിട്ടുള്ളത്. കാരണം ഞാൻ ഈ കോഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് കരിമ കോഴ്സ് ടോമിസ് ടീമൊക്കെ വന്നപ്പം ഞങ്ങളൊന്ന് കൂടിയതാണ്. അതിനുശേഷം വീണ്ടും ഞാൻ ഓൺലൈനിൽ ഈ നമ്മുടെ കോഴ്സ് കൂടിയിട്ടുണ്ട്. 14ാമത്തെ ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും എൻ്റെ അയൽവക്കത്തേക്ക് വന്നപ്പോഴത്തേനും എനിക്ക് വളരെ ആകാംക്ഷയായി, സന്തോഷമായി. അപ്പോൾ എൻ്റെ അനിയത്തിയും മോളും എല്ലാം പറഞ്ഞു, മമ്മി കൂടിയത് തന്നെയാണ്, മമ്മി കൂടിയ ക്ലാസ്സായ കാരണം മമ്മിക്ക് കുറേ കൂടെ പരിചയം കിട്ടില്ല, അതുകൊണ്ട് മമ്മിയും കൂടെ പോരേന്ന് പറഞ്ഞ് ഞാനും അവരുടെ കൂടെ ഇങ്ങനെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു. എനിക്കിന്ന് പിന്നെ വളരെ മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മൾ സാധാരണ ഒരു ധ്യാനത്തിന് പോകുന്ന പോലെയല്ല, വചനം കൊണ്ട് മാത്രം നമ്മളെ നിറയ്ക്കുവാണ്. ഈ തീഷ്ണതയാൽ നിറയുവാണ്. ആ തീഷ്ണതയാൽ നമ്മളങ്ങ് നിറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴത്തേനും നമ്മളറിയാതെ അങ്ങോട്ട് സ്നേഹിക്കുവാണ്. കാരണം ദൈവസ്നേഹം കൊണ്ട് അവരെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് കാണാനുള്ളൊരു മനോഭാവം, അവരോട് യാതൊരു വെറുപ്പുമില്ലാത്ത ഒരു മനോഭാവം, അവരെ എല്ലാം ഇങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാനുള്ളൊരു ഭയങ്കര ഒരു തീഷ്ണത എനിക്ക് ഉണ്ടായി. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. വൈ ആർ യു ഹിയർ എന്ന ചോദ്യത്തിന് ഞാൻ എഴുതിയിരുന്ന ഉത്തരം ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും എന്നായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, ഉള്ളിൽ ശാന്തിയും സമാധാനം തോന്നുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി എന്ന കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഏറ്റവും ഉപരിയായിട്ട് എൻ്റെ ഉള്ളിൽ കിട്ടിയ വളരെ നന്നായുള്ള ഒരു ബോധ്യം, എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പോൾ അത് എന്നെ നയിക്കുന്നു, ജ്വലിപ്പിക്കുന്നു എനിക്ക് തോന്നുകയാണ്. അതോടൊപ്പം തന്നെ ടു ബി ജീസസ്, ടു ലീവ് ജീസസ് ആൻഡ് ടു പ്രൊക്ലെയിം ജീസസ്, ഈ 5 ദിവസം എനിക്ക് വളരെയധികം കാര്യങ്ങൾ പഠിച്ചു. അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് കിട്ടുന്ന ക്ലാസ് റൂം ആയിരിക്കാം, കമ്മ്യൂണിറ്റി ആയിരിക്കാം, ഇടവകയിലായിരിക്കാം, പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കുമെന്ന് ഇപ്പോൾ തന്നെ പറയുകയാണ്. അതോടൊപ്പം തന്നെ ആയിരിക്കുന്ന കൂടുതൽ വചനം വായിക്കാനായിട്ട് ഒരു തീക്ഷ്ണത ഉള്ളിലുണ്ട്, വചനം പഠിക്കാനും കൂടി. താങ്ക് യു. വളരെ പ്രത്യേകമായിട്ട് ടോമി ചേട്ടനും ടീം അങ്ങ് ഓരോരുത്തർക്കും ക്ലാസ്സുകളെല്ലാം വളരെ നന്നായി ഞാൻ പങ്കുചേർന്ന് ഒരു ദിവസം പോലും ഉറങ്ങാൻ ചാൻസ് തരാതെ അതിലേക്ക് ഇൻഡ്യൂറ്റ് ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ആലിസ് ചേച്ചിയെയും നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാനും ആദ്യ ദിവസം ഞായറാഴ്ച ഇവിടെ എത്തിയത് അത്രയൊരു ഫ്രീ മൈൻഡായിട്ടോ സന്തോഷത്തോടെ ആയിരുന്നില്ല. എങ്കിലും ഇന്ന് ഈ ഒരാഴ്ചത്തെ അവസാന ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ തിരിച്ചു പോകുന്നത് സന്തോഷത്തോടെയാണ്. എൻ്റെ ഉള്ളിൽ വന്നൊരു ബോധ്യമെന്ന് പറഞ്ഞത്, മാമോദിസായിലൂടെയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജീവിതം നയിക്കുമ്പോഴും
അതിലേറെ പ്രാധാന്യമായിട്ട് ദൈവവിളി സ്വീകരിച്ച ഞാൻ എൻ്റെ പ്രൈമറി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചന പ്രഘോഷണമാണെന്ന് മനസ്സിലായി. ആ ഒരു മനസ്സിലായെങ്കിലും അത് ഞാൻ പ്രാവർത്തികമാക്കുന്നില്ല. ജോലികളിലും മറ്റ് പ്രവർത്തനങ്ങളിലുമായിരുന്നു കൂടുതൽ ശ്രദ്ധയെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു 5 ദിവസം ദൈവവചനം എന്താണെന്നും അതറിയേണ്ടതിൻ്റെ അത്യാവശ്യകതയും അത് പ്രഘോഷിക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്ന് ഈ ഒരു അവസാന ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്, മറ്റ് ജോലികളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് എൻ്റെ അൾട്ടിമേറ്റ് വിളി എന്ന് പറയുന്നത് ദൈവവചന പ്രഘോഷണമാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ ആകാം, പ്രവൃത്തികളിലൂടെ ആകാം, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന പ്രൊഫഷണൽ മേഖലകളിലാകാം, അതിലൂടെയൊക്കെ ദൈവവചനം പ്രഘോഷിക്കാനായിട്ടാണ് എൻ്റെ വിളി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ വചനം കൂടുതലായിട്ട് പഠിക്കും, അതിനെക്കുറിച്ച് ധ്യാനിക്കും, കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനായിട്ട് വിനിയോഗിക്കുമെന്ന് പറയാനായിട്ട് ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 ദിവസം നല്ല ക്ലാസ്സുകളിലൂടെ എൻ്റെ ഈ ഒരു മേഖലയിലേക്ക് തയ്യാറാക്കിയ മിസിയോ ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ഒരു നന്ദിയോടുകൂടെ പോകുമ്പോൾ ഈ ഒരു വചനം എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകും. കിട്ടുന്ന അവസരങ്ങളിൽ വചന പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. Good afternoon to everyone. I'm really grateful to God for these 5 days of course that I have experienced. I felt in the beginning it was a waste of time to come over here, but after finishing this, I felt that it was a blessing and a great gift from God that I have felt, because during these 5 days of my experience here is amazed that I have received Jesus through the courses that I have attended. I also experienced some of the things which I have not known. I came to know during these sessions, and I was really inspired, and I have decided that I should take up the challenges to continue my life in the mission, especially where I am working. This is very challenging to preach the gospel to the people around us. And as I have experienced, as I am working in pastoral ministry at present, I was encouraged to have this course in my day-to-day life and to continue what I have learned from this course in the mission field, especially in my community. Hereafter, I decided to preach and share the love that I have experienced from Jesus. The only one thing that I want to share is, only if I have Jesus fully and I can share that compassionate love and the unconditional love of Jesus to everyone in the parish and in the community as well as with whom I encounter in my day-to-day life. Thank you very much.